ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം വായിക്കാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ തിരുവചനം യാക്കോബിന്റെ ലേഖനത്തിൽ കൂടെ പറയുകയാണ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, അവൻ വളരെ നീതിയോടും ന്യായത്തോടും കൂടെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. എൻ്റെ ഏത് സിറ്റുവേഷൻ എന്ന് ഹല്ലേലൂയ. ചിലപ്പോൾ മനുഷ്യരാരും നമ്മെ കുറിച്ച് കണ്ടില്ലെങ്കിലും നാം ഏത് സിറ്റുവേഷനിൽ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിന്റെ മധ്യ കർത്താവിന്റെ കരം ചലിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രശ്നമോ പ്രതികൂലമോ ഒരു സാഹചര്യമോ എന്നും കർത്താവിന് വിഷയമല്ല. നീ ഏത് സാഹചര്യത്തിലും, ചിലപ്പോൾ കഷ്ടത്തിന്റെ നടുവിലും, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ നടുവിലും, അല്ലെങ്കിൽ രോഗത്തിന്റെ നടുവിലും നീ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീരും. ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും അവന്റെ സമൂഹം മുഴുവനും, ആ ദേശം മുഴുവനും അവന് വിരോധമായി ഇറങ്ങി തിരിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ ഉപവസിക്കുന്ന നേരത്ത് 21 ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിക്കുവാൻ താൻ മുട്ടുപടങ്ങി ആ ദിവസം തന്നെ സ്വർഗം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി അയക്കുവാനിടയായി തീർന്നു. പക്ഷേ അതിന് തടയുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പാർശ്യ രാജ്യത്തിന്റെ പ്രഭുക്കൾ അവന്റെ പ്രാർത്ഥന കൊണ്ടുവന്ന ദൂതന്മാരെ തടയുവാനിടയായി തീർന്നു. പക്ഷെ ദൈവം ആ പ്രാർത്ഥന ദാനികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ കൊണ്ട് മാത്രം ദാനിയേൽ, അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന അവിടെ നിന്നുപോയി എന്ന് പറഞ്ഞ ദാനിയേൽ അവിടെ വെച്ച് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുവാൻ ഇടയായില്ല. എന്റെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ദൂതന്മാർ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന് തനിക്ക് വേണ്ടിയുള്ള മറുപടി കർത്താവ് കൊണ്ടുവരുവാനേ തീർന്നു. അതുപോലെ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടപ്പോഴും ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായ അടച്ച ദൈവം അവിടെയും ദാനിയേലിനെ ക്ഷേമമായി പോറ്റുവാനേ തീർന്നു. പ്രിയ ദൈവമക്കളെ, നീ ഏത് സാഹചര്യത്തിൽ കൂടെ നീ കടന്നു പോയാലും സമൂഹവും നിന്റെ കുടുംബക്കാരും മുഴുവനും നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്നാല് ഒന്നോർത്തുകൊള്ളുക, നീ ഭാരപ്പെടേണ്ട. നീ നീതിയോടെ അല്ലെങ്കിൽ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനേ തീരും. ഹല്ലേലൂയ. തീച്ചൂളയുടെ അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വരട്ടെ, നിനക്ക് വിരോധമായി വീശട്ടെ. ഹല്ലേലൂയ. അതിലൊന്നും നീ തളർന്നു പോകാനല്ല, അതിൽ നിന്നൊക്കെ ബലപ്പെട്ട് ഹല്ലേലൂയ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുമെന്ന വചനപ്രകാരം കർത്താവിന്റെ വചനത്താൽ നീ ശക്തീകരിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിലും, അല്ലെങ്കിൽ പെൻഡിങ്ങിൽ കിടക്കുന്ന നിന്റെ ഓരോ പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടികളും കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി തരുവാൻ തീരും. ഹല്ലേലൂയ. ആകെ ഈ നാളുകൾ